മക്കളെ എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മക്കളെ ഇന്ന് താണ്ട തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സവാള കൊണ്ടൊരു കറിയാണ്. മക്കളെ നമുക്ക് കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിൽ സവാള ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊരു കറി വെച്ചാൽ നമുക്ക് രുചികരമായിട്ട് നമ്മുടെ ആവശ്യത്തിന് ചോറും കഴിക്കാം, കഞ്ഞിയും കുടിക്കാം, ചപ്പാത്തിയും കഴിക്കാം, ദോശ ഇഡലി ഒക്കെ കഴിക്കാം. എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മക്കളെ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് നമുക്ക് 2 ദിവസം വെച്ചിരുന്നായാലും നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കാം. അതേ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മക്കളെ ഒരു 3 മീഡിയം പരുവത്തിലുള്ള സവാള നമ്മളുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പം ഞാനിപ്പം ഇത് എൻ്റെ തോടൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് മുളക് പൊടി കാശ്മീരിയാണ്, മല്ലിപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, പിന്നെ ആവശ്യത്തിന് നമ്മൾ പിഴുപുളി എടുത്തിട്ടുണ്ട്, പിന്നെ കായവും എടുത്തിട്ടുണ്ട്. പിഴുപുളി നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് അയച്ച് വെക്കും കേട്ടോ മക്കളെ, ഇത് ഒന്ന് അലിയാൻ വേണ്ടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് കറി തയ്യാറാക്കുമ്പം നമുക്ക് കാണാം. ഇനി നമ്മളാണ്ട് ഈ സവാളയിൽ നിന്ന് കട്ട് ചെയ്യുവാണ്. ഇതിൻ്റെ ആ മുഖഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ 2ആയിട്ട് പിളർന്നിട്ട് ഇതിൻ്റെ നെടുകെ നമ്മൾ കട്ട് ചെയ്യും. ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലൈസായിട്ട് അരിയും. അല്ലെങ്കിൽ വലിയ കഷ്ണമായിട്ട് നീളത്തിലങ്ങ് കിടക്കും മക്കളെ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പാകത്തിനിത് നല്ലപോലെ മൂത്ത് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ സവാള ഉള്ളിയെല്ലാം നമ്മുടെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ഇത് വിതർത്ത് നമ്മളിടണം, അല്ലെങ്കിൽ എന്നാലേ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മൂത്ത് വെന്ത് വരത്തുള്ളൂ. നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 3 പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയും കറി തയ്യാറാക്കാം. അതിനായിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, എന്നിട്ട് നമുക്ക് സവാള ഇട്ടു. അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇതിനകത്ത് നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഗരം മസാലയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പഴയകാല ഒരു നാടൻ കറിയാണ്. നമ്മൾ ചെറിയ ഉള്ളി എടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലത്. ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്കൊന്നും ചെറിയ ഉള്ളി ഒന്നും പൊളിക്കാനൊന്നുമുള്ള സഹനശക്തിയൊന്നുമില്ല. അതുകൊണ്ട് അവർക്കായിട്ടാണ് ഞാനിത് സമർപ്പിക്കുന്നത്. പെട്ടെന്നൊരു കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കും. അപ്പോൾ ഇത് നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് മൂക്കണം, ക്രിസ്പി ആവണ്ട കേട്ടോ. ഇതാ മക്കളെ, പകുതി ഇത് മൂത്ത് വേവായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ എണ്ണയ്ക്കകത്താണല്ലോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്, വറന്ന് മൂത്ത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി അതൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ വറന്ന് മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്നത് ഒരു സൈഡും കരിഞ്ഞു പോകും കേട്ടോ. അപ്പം ഇത് മൂത്ത് വരട്ടെ മക്കളെ. അപ്പം ആ കണ്ടില്ലേ, ഇനി കുറച്ചുകൂടെ ഒന്ന് മൂക്കാറുണ്ട് കേട്ടോ. നമുക്ക് തനതായ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് മസാലപ്പൊടിയോ തക്കാളിയോ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ ഇത് വെന്ത് അങ്ങ് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയായിട്ടുണ്ട്. ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി വെക്കാനൊന്നുമില്ല, ഇങ്ങനെ എന്നും നമുക്ക് സവാള ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിയും കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള എല്ലാം കണ്ട് ഇതേ രീതിയിൽ വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ക്രിസ്പി ആയിട്ട് മൂക്കരുതെന്ന് ഞാൻ പറഞ്ഞത്, വെന്ത് നല്ല തണുങ്ങ് പൊലിക്കണമെങ്കിൽ നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നല്ല ഫ്രൈ ആയിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോകും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ രണ്ട് പച്ചമുളക് ഞാൻ എടുത്തുള്ളൂ കേട്ടോ. അത് കീറിയിട്ട് കൊടുക്കാം. പൊടിയൊക്കെ മൂക്കുമ്പോഴത്തേനും നമ്മുടെ പച്ചമുളക് ഒന്ന് മൂത്തോളം. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമ്മൾ അധികം ഇങ്ങനെയുള്ള കറിക്കൊന്നും ചേർക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഉലുവാപ്പൊടി ലാസ്റ്റേ ചേർക്കത്തുള്ളൂ, കാരണം ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇത് വഴന്ന് മൂക്കണം കേട്ടോ. നമ്മുടെ മുളക് നല്ല മണം വരണം മസാലകൾക്കെല്ലാം. അപ്പോൾ ഇത് വറന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടി എണ്ണയ്ക്ക് ഇതിൻ്റെ സവാളയ്ക്കകത്തൊക്കെ പിടിച്ചിരിക്കുന്ന എണ്ണ ചേർന്നതൊന്ന് മൂത്ത് വരട്ടെ. ആ എണ്ണ മാത്രം മതി കേട്ടോ. ഇനി മൂത്ത് വരുമ്പോഴത്തേന് ഈ എണ്ണ ഇല്ലെങ്കിൽ തെളിഞ്ഞ് വന്നോളൂ. അപ്പോൾ ഇതിവിടെ കിടന്നൊന്ന് മൂക്കട്ടെ. ഇതാ മക്കളെ, ഇത്രയായി. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം കേട്ടോ മക്കളെ. ഇപ്പോൾ പുളിവെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് കൂട്ടി യോജിപ്പിച്ച് വേവണമല്ലോ. ഇതിൻ്റെ എണ്ണയൊക്കെ എന്നിട്ട് തെളിഞ്ഞ് വരണം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പുമൊക്കെ നോക്കാം. എന്നിട്ട് ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ. നമ്മളൊരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി ആവരുത് ഉലുവ. പിന്നെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നാലേ എണ്ണ തെളിഞ്ഞ് വരത്തുള്ളൂ. ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് മക്കളെ നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേന് ഇത് കുറുകി ഇതിൻ്റെ എണ്ണ എല്ലാം തെളിഞ്ഞു വരും. അതവിടെ ഇരിക്കട്ടെ. കണ്ടില്ലേ മക്കളെ, നല്ല കുറുകി വന്നിരിക്കുന്നത്. ഇനി ഇച്ചിരി കൂടെ ഒന്ന് കുറുകി അതിൻ്റെ വെള്ളം ഒന്നിറങ്ങി ഈ എണ്ണയൊന്ന് തെളിയട്ടെ. കുറച്ചും കൂടെ നമ്മൾ കുറുകിയാണല്ലോ നമ്മളെടുക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് കുറുകിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ടില്ലേ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം മക്കളെ. പിന്നെ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മുളകൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. നമുക്കൊരു 2 കറിവേപ്പിലയും ഇട്ട് കൊടുക്കും. ശകലം കൂടെ എണ്ണ തെളിയട്ടെ മക്കളെ, അതവിടെ കിടന്ന് കേട്ടോ. അപ്പോൾ മക്കളെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കുറുകിയ ചാറോടുകൂടിയുള്ള നമ്മുടെ സവാള ഉള്ളിക്കറി ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ അമ്മയെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മക്കളെ ആ ഹൈപ്പും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് അമ്മയെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.